ചേട്ടാ നമസ്കാരം. ചേട്ടാ നമസ്കാരമുണ്ട്. എന്താടാ ഇന്നലെ ആയിരുന്നോ ജാമ്യം? അതെന്നെ. കഴിച്ചോടാ. കഴിച്ചു ചേട്ടാ. ചേട്ടാ കുറച്ച് സമയത്തിനുള്ളിൽ പോകുന്ന ചേട്ടാ. എന്താ ബ്ലേഡ്? ചേട്ടാ ഇരിക്കെ. ഞാൻ പുറത്ത് കാണും. എന്താ പതിവില്ലാതെ നമ്മുടെ വീട്ടിലേക്കൊക്കെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമില്ലാതെ ഇങ്ങോട്ട് വരില്ല. അതേടാ, വിദ്യക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ചെറുക്കനെ ബാംഗ്ലൂർ വാച്ച് കമ്പനിയിൽ ഒരു നല്ല ജോലിയിലാണ്. നാളെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. എല്ലാം ഉറപ്പിച്ചിട്ട് പോകാൻ വേണ്ടി. അത് നിന്നോടൊന്ന് പറയാനാ വന്നത്. നന്നായി നടത്തണം ചേട്ടാ. ഞാനുണ്ട്, ബ്ലേഡുണ്ട്, നമ്മുടെ പിള്ളേരുണ്ട്. കല്യാണം നമുക്ക് തകർക്കാവുന്നേ. ഇനി കുറച്ചു നാളത്തേക്ക് ചാക്ക് കുടുവനിലേക്ക് വരാതെ വേണ്ട കാര്യങ്ങൾ നോക്കാം. എന്നാ ശരിയടാ, വരട്ടെ. ശരി ചേട്ടാ. ബ്ലേഡേ പോട്ടേടാ. ശരി. ഞങ്ങള് വിദ്യയെ ചെറുപ്പത്തിൽ കണ്ടതാണേ. എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ പോകുന്നതുകൊണ്ട് അവളെ അങ്ങ് കൊണ്ടുപോകാറില്ല. അതേന്നെ. വാസുകി പഞ്ചസാര ബ്ലേഡേ ബ്ലേഡേ എഴുന്നേക്ക്. ഈ മോരൊന്ന് കുടിക്ക്, കെട്ടുവിടും. എന്നാ കുടിക്ക്. ഒന്ന് വഴി മാറി. ചെറുക്കൻ നല്ല പയ്യനാ, ഒരു വിഷയവും ഇല്ല. കാണാനില്ലല്ലോ. ഇവളെവിടെ പോയി? ഈ നേരത്തിൽ നീ ഇവിടെ വന്നത് തെറ്റാണ്. പെണ്ണ് കാണാനല്ലേ വന്നുള്ളൂ, ഒന്നും തീരുമാനിച്ചില്ലല്ലോ. എന്തായാലും എല്ലാരും വയറ് നിറച്ച് കഴിച്ചിട്ട് പോയാ മതി. ചേട്ടനോട് പറയാൻ നല്ലൊരു അവസരം കിട്ടിയില്ലായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞാൽ ഇതൊന്നും ഒരു വലിയ വിഷയമേ അല്ല. ആദ്യം നീ ഇവിടുന്ന് പോകാൻ നോക്ക്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് മോശം. നീ കരഞ്ഞോണ്ടിരിക്കാതെ പോവാൻ നോക്ക്. വിദ്യയെ കാണാനില്ല, എവിടെ പോയിന്നറിയില്ല. എന്താടി പറയുന്ന? അമ്മേ, എല്ലാവരും ഓടി വരൂ. ചാക്കെട്ട് താഴെ കിഴിഞ്ഞു വേണോ? ചാക്കെട്ട് താഴെ കൂടെ ബ്ലേഡ് അതിന്റെ ഉള്ളിലായി. എന്താ പറ്റി? എങ്ങനെയാണോ പറ്റിയത്? ഈ കുട്ടിയല്ലേ നമ്മൾ കാണാൻ വന്നേ? ഞാൻ അങ്ങനെ പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി നോക്ക്. ഇതൊക്കെയാ ഇപ്പത്തെ പിള്ളേർ. തിരിച്ചു പോകാം. വേഗം വന്നാ. എല്ലാരും ഒരു കാര്യമുണ്ട്. കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന പെണ്ണ ചെക്കൻ്റെ കൂടെ വന്നിരുന്നു. ഈ ചതി ഞങ്ങളോട് നീ ചെയ്തല്ലോ. എന്റെ പെണ്ണ്, നീ എന്നാലും ഞങ്ങളോട് പെണ്ണ് വേണ്ടാന്ന് വന്നത്. മതി, സുന്ദരിയാണ്. പള്ളിക്കൂടത്തിൽ പോയവൾ എങ്ങനെയാ ഗോഡൌണിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്? വെറുതെ
ബ്ലേഡിന്റെ കാര്യം വിദ്യയുടെ അച്ഛനോട് സംസാരിച്ച് നടത്തിക്കൊടുത്തൂടെ? പാവം. അയ്യോ, എന്തായി കാണിച്ചത്? വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ അവിടെ വെച്ച് എന്നെ താലി കെട്ടിച്ചേനെ. ഇതങ്ങനെയല്ല. എന്റെ ഈ അരിക്കച്ചവടത്തില് പാർട്ട്ണറാക്കേണ്ടി വരും. അടിക്കുന്നവനാണ് റൗഡി. രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ റൗഡി വേണം. റൗഡിസത്തിൽ വളരാൻ രാഷ്ട്രീയ തന്ത്രം വേണം. ഇന്ന് സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞാൽ തല്ലിയിട്ട് വരും. അതിന്റെ കാരണം എന്നോടുള്ള സ്നേഹമല്ല, അവനൊരു അനാഥനാണ്. എന്തെവിടെ വെക്കണമെന്ന് എനിക്കറിയാം. ചേട്ടാ, ശേഖരേട്ടൻ വന്നിട്ടുണ്ട്. ഇരിക്ക് ചേട്ടാ. വല്ലാത്ത നാണക്കേടായി. ഒരുപാട് ആലോചിച്ചു. ഞാൻ സ്വന്തം നാട്ടിലേക്ക് പോയി താമസിക്കാൻ തീരുമാനിച്ചു. എന്നെക്കാളും മൂത്തയാളല്ലേ, എന്ത് തീരുമാനമെടുത്താലും ശരിയായിരിക്കും. ഇതിലെല്ലാ കണക്കുകളുമുണ്ട്. നമ്മുടെ പങ്കുകച്ചവടത്തിൽ ഞാൻ തന്ന 20 ലക്ഷം രൂപ തിരിച്ചു തന്നാൽ ഞാൻ നാട്ടിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുമായിരുന്നു. ചേട്ടന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ബിസിനസ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. ചെലവരെന്തെങ്കിലും വേണമെങ്കിൽ പറ, തരാം. നാട്ടുകാരോടെല്ലാം നീ ചെയ്തു. അവസാനം എന്നോട് നീ നശിച്ചു പോവോടാ. ഗുണം പിടിക്കലടാ. ഉഴുത്ത് ചാകും നീ. എന്റെ ഭാര്യ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. നീ നശിക്കണോടാ. ഉഴുത്ത് ചാകും. എവിടെ നിൽക്ക്? ചേട്ടൻ നേരെ വരുന്നേ. ആ പെണ്ണിനെ കണ്ടു മയങ്ങിയതാ. 4 ദിവസം കഴിയുമ്പോൾ താനെ വന്നോളും.